ഓം നമോ നാരായണായ. അസുരശില്പിയുടെ പുത്രനായ മായാവി തന്നോട് യുദ്ധത്തിനാരുമില്ലെന്നു സങ്കൽപ്പിച്ച് ഉന്മത്തനായി നടക്കുമ്പോൾ കിഷ്കിന്ധയിൽ വന്നു രാജാവായ ബാലിയെ വിളിച്ചു തന്നോട് യുദ്ധത്തിനു വെല്ലുവിളിച്ചു. യുദ്ധത്തിൽ പരാജയപ്പെട്ടു പേടിച്ചു ദൈത്യൻ ഓടി പിന്നാലെ ബാലിയും. അതുകൊണ്ട് സുഗ്രീവനും ബാലിയുടെ കൂടെ ചെന്നു. താനവൻ ഒരു ഗുഹയിൽ പ്രവേശിച്ചു. അപ്പോൾ ബാലി സുഗ്രീവനോട് താൻ ഗുഹയിൽ പ്രവേശിച്ചു അസുരനെ കൊല്ലുന്നതുവരെ വാതിൽക്കൽ നിൽക്കാനും പാലാണ് വരുന്നതെങ്കിൽ അസുരൻ മരിച്ചുവെന്ന് കണക്കാക്കാനും ചോരയാണെങ്കിൽ സുഗ്രീവൻ പോയി രാജ്യം വാഴാനും പറഞ്ഞു. ജ്യേഷ്ഠൻ പറഞ്ഞതനുസരിച്ചു സുഗ്രീവൻ. ചോര വരുന്നത് കൊണ്ട് ജ്യേഷ്ഠൻ മരിച്ചുവെന്ന് കരുതി കിഷ്കിന്ധയിൽ ചെന്ന് അപ്പോൾ വാനരർ സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്തു. ബാലി സുഗ്രീവ കലഹകഥ. പണ്ടു മായാവി എന്നൊരാസുരേശ്വരൻ ഉണ്ടായിതുമായൻ തന്നൂടെ പുത്രനായി. യുദ്ധത്തിനാരുമില്ലാഞ്ഞു മരിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദേശാന്തരേ. കിഷ്കിന്ധയാം പുരി പുക്കുവിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ. യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതി ക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ. മുഷ്ടികൾ കൊണ്ടു താടിച്ചതു കൊണ്ടതി ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാനരശ്രേഷ്ഠനും ഓടിയെത്തിടിനാൻ. ഞാനുമതു കണ്ടു ചെന്നിതു പിന്നാലെ. ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപുക്കിതു. വാനരശ്രേഷ്ഠനും എന്നോടു ചൊല്ലിനാൻ. ഞാനിതിൽ പുക്കിവൻ തന്നെയൊടുക്കുവൻ. നൂനം വിലദ്വാരി നിൽക്കാനീ നിർഭയം. തീരം വരികിലസൂരൻ മരിച്ചിടും. ചോരവരികിലടച്ചു പോയി വാഴ്ക നീ. ഇത്തം പറഞ്ഞതിൽ പുക്കിതു ബാലിയും. തത്ര വിലദ്വാരി നിന്നേനടിയനം. പോയിതു കാലം 1 മാസം എന്നിട്ടും ആഗതനായതും ഇല്ല കപീശ്വരൻ. വന്നിതു ചോരവിലമുഖം തന്നിൽ നിന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസൂരൻ നിഗ്രഹിച്ചാനെന്നുറച്ചു ഞാനും താതാ. ദുഃഖമൾ കൊണ്ടു കിഷ്കിന്ധ പുക്കിടീനെ. മർക്കടവീരരും ദുഃഖിച്ചതു കാലം. വാനരാധീശ്വരനായി അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു
ചെയ്തിടിനാർ.